ഈ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇനി മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾ ചോദിക്കാൻ മനസ്സ് കാണിക്കണം, അത്രേ ഉള്ളൂ. ഇനി അതൊക്കെ ആയി. ഇനി നാലാമത്തെ സിറ്റുവേഷൻ വരുന്നത്, നമുക്ക് ലാസ്റ്റ് പ്രോബ്ലം ചെയ്യാം, ജസ്റ്റ് ഇപ്പം മനസ്സിലാക്കി വെക്കുകയല്ല, അതിന് ലാസ്റ്റ് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള സമയം തരുന്നുണ്ട്. ഇൻകം ഫ്രം ബിസിനസ് ഇൻ ഇറാൻ കൺട്രോൾഡ് ഫ്രം ന്യൂഡൽഹി. ബിസിനസ് ഇൻ ഇറാൻ ആണ് കൺട്രോൾ ചെയ്യുന്നത് ന്യൂഡൽഹിയിലാണ്. ബിസിനസ് ഇറാനിലാണ്, കൺട്രോൾ ചെയ്തേക്കുന്നത് ന്യൂഡൽഹിയിലാണ്. 70,000 എവിടെയൊക്കെ ആയിരിക്കും ടാക്സബിൾ ആവുന്നത്? എവിടെയൊക്കെ ആയിരിക്കും ടാക്സബിൾ ആവുന്നത്? ഓക്കെ ജിദ, ബാക്കി എല്ലാവരും കമന്റ് ചെയ്തേ. ഓക്കെ, അപ്പൊ ആദ്യത്തെ 2 കേസിലായിരിക്കും ടാക്സബിൾ ആവുന്നത്. ആദ്യത്തെ 2 കേസിൽ, കാരണം ഇറാനിലെ ബിസിനസ് ആണ്. അപ്പൊ തന്നെ മനസ്സിലായി എബ്രോഡ് ഇൻകം ആണ്. എബ്രോഡിലെ ഇൻകം ആണ്. അപ്പൊ ഓർഡിനറി റെസിഡന്റിന് ടാക്സബിൾ ആവുമെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി നോട്ട് ഓർഡിനറി റെസിഡന്റ് ടാക്സബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുവേണ്ടി ഒരു സെന്റൻസ് മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അതെന്ന് പറയുന്നത് ബിസിനസ് കൺട്രോൾ ചെയ്യുന്നത് ഇന്ത്യയിലാണോ എന്ന് നോക്കുക. അപ്പോൾ എന്താണ്? ന്യൂഡൽഹിയിലാണ്, അത് ഇന്ത്യയിലാണ്. അപ്പോൾ എന്താണ്? നോട്ട് ഓർഡിനറി റെസിഡന്റ് കേസിലും ടാക്സബിൾ ആയി 70,000. ഇനി 5ാമത്തെ സിറ്റുവേഷൻ, ഡിവിഡൻഡ് പെയ്ഡ് ബൈ ആൻ ഇന്ത്യൻ കമ്പനി ബട്ട് റിസീവ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണോ അത് ടാക്സബിളേ അല്ല. നമ്മൾ പറഞ്ഞു 10 ലക്ഷം രൂപ വരെ നോട്ട് ടാക്സബിൾ ആണ്. അത് എവിടെ വെച്ച് കിട്ടിയാലും ഇന്ത്യൻ കമ്പനിയുടെ ഡിവിഡൻഡ് ആണോ അത് എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അത് എവിടെ വെച്ച് കിട്ടിയാലും, ഇന്ത്യ വെച്ച് കിട്ടിയാലും എബ്രോഡിൽ വെച്ച് കിട്ടിയാലും അത് നോട്ട് ടാക്സബിൾ ആണ്. അതിനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ് 2050-60 ബ്രോഡ് ടു ഇന്ത്യ ഇൻ മെയ് 2020 210,000. ഞാൻ പറഞ്ഞു ഏർലിയർ ഇൻകം അല്ലെങ്കിൽ പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ് എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അതും എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യുകയും ചെയ്യണ്ട. ഇനി 7ാമത്തെ കേസിലേക്ക് വരുന്നു. പ്രോഫിറ്റ് ഫ്രം എ ബിസിനസ് ഇൻ ന്യൂഡൽഹി മാനേജ്ഡ് ഫ്രം ഔട്ട്സൈഡ് ഇന്ത്യ. ബിസിനസ് ന്യൂഡൽഹിയിലാണ്, മാനേജ് ചെയ്യുന്നത് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ്. ഏതൊക്കെ കേസിലായിരിക്കും ടാക്സബിൾ ആവുന്നത്? 3 കേസിലും ടാക്സബിൾ ആണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ബിസിനസ് എവിടെയാന്ന് നോക്കിയാൽ മതി, ന്യൂഡൽഹിയിലാണ്. അപ്പൊ ഇന്ത്യയിൽ വെച്ച് തന്നെ ഓൾറെഡി ആ ഇൻകം എന്ത് ചെയ്യുന്നുണ്ട്? ഏൺ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അക്യൂർ ചെയ്യുന്നുണ്ട്. പിന്നെ റിസീവ് ചെയ്യുന്നത് പുറത്താണെന്ന് നോക്കേണ്ട ആവശ്യമില്ല. മാനേജ് ചെയ്തേക്കുന്നത് ഔട്ട്സൈഡിലാണെന്ന് നോക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തത് 8ാമത്തെ സിറ്റുവേഷൻ, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ബിൽഡിംഗ് ഇൻ ഇന്ത്യ ബട്ട് റിസീവ്ഡ് ഇൻ നേപ്പാള്. ഇന്ത്യയിൽ ഒരു ബിൽഡിംഗ് എന്ത് ചെയ്തു? സെയിൽ നടത്തി, അവിടുന്ന് പ്രോഫിറ്റ് കിട്ടി. പക്ഷെ ആ പൈസ കിട്ടിയേക്കുന്നത് നേപ്പാളിലാണ്. 18,74,000. എവിടെയൊക്കെ ആയിരിക്കും ടാക്സബിൾ ആവുന്നത്? 3 കേസിലും ടാക്സബിൾ ആയിരിക്കും. കാരണം എന്താണ്? ബിൽഡിംഗ് എവിടെയാന്ന് നോക്കുക, അല്ലെങ്കിൽ ഒരു ബിസിനസ് എവിടെയാന്ന് നിങ്ങൾ നോക്കുക. ബിസിനസ് എന്താണ്? ഇന്ത്യയിലാണെങ്കിൽ പിന്നെ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, 3 കേസിലും ടാക്സബിൾ ആണ്. ഇനി ഫോറിനിലാണ് ബിസിനസ് എങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അടുത്ത സെന്റൻസ് നോക്കിയാൽ മതി, കൺട്രോൾ ചെയ്യുന്ന എവിടെയാണ്. ഇനി നെക്സ്റ്റ് കേസ്, ലാസ്റ്റത്തെ കേസ്, പെൻഷൻ ഫ്രം എ ഫോർമർ എംപ്ലോയർ ഇൻ ഇന്ത്യ റിസീവ്ഡ് ഇൻ ഇറാന്. എംപ്ലോയർ ഇൻ ഇന്ത്യ ആണ്, ഇന്ത്യയിലെ എംപ്ലോയർ ആണ്. പെൻഷൻ കിട്ടി, അതിന്റെ പെൻഷൻ എമൗണ്ട് കിട്ടിയേക്കുന്നത്, റിസീവ് ചെയ്തേക്കുന്നത് ഇറാനിൽ വെച്ചാണ്. അപ്പൊ എത്രയായിരിക്കും? എവിടെയൊക്കെ ആയിരിക്കും ടാക്സബിൾ ആവുന്നത്? ഇന്ത്യയിലെ എംപ്ലോയർ ആണ്. എവിടെയൊക്കെ ആയിരിക്കും ടാക്സബിൾ ആവുന്നത്? 3 കേസിലും ടാക്സബിൾ ആണോ? ആണ്. 3 കേസിലും ടാക്സബിൾ ആണ്. കാരണം അയാള് പെൻഷൻ സർവീസ് ചെയ്തത് എവിടെയാണ്? ഇന്ത്യയിലാണ്. ഓൾറെഡി ആ ഇൻകം എന്ത് ചെയ്തു? അക്രൂ ആയത് അല്ലെങ്കിൽ എറേസ് ആയത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്.
പിന്നെ റിസീവ് ചെയ്തത് ഇറാനിലാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അക്വയർ ചെയ്തത് എവിടെ വെച്ചായിരിക്കും? ഇന്ത്യയിൽ വെച്ച് തന്നെയായിരിക്കും. പിന്നെ കിട്ടിയത് ഇറാനിൽ വെച്ചാണ്, പക്ഷെ ആക്ച്വലി ആ സാധനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യയിൽ വെച്ചാണ്. ഇനി ലാസ്റ്റത്തെ കേസ്, ഗിഫ്റ്റ് ഇൻ ഫോറിൻ കറൻസി ഫ്രം എ ഫ്രണ്ട് റിസീവ്ഡ് ഇൻ ഇന്ത്യ October 6th 2020 80,000. ഫ്രണ്ടാണ് കൊടുത്തത്, ഫോറിൻ കറൻസി ആണ്, കിട്ടിയേക്കുന്നത് ഇന്ത്യയിൽ വെച്ചാണ്. എവിടെയൊക്കെ ആയിരിക്കും ടാക്സിബിൾ? ഫ്രണ്ടാണ് കൊടുത്തത്, ഫോറിൻ കറൻസി ആയിട്ട് കൊടുത്തു, ഇന്ത്യയിൽ വെച്ച് ഈ എമൗണ്ട് കിട്ടി, ഗിഫ്റ്റ് കിട്ടി 80,000. എവിടെയൊക്കെയായിരിക്കും ടാക്സിബിൾ? എവിടെയൊക്കെയായിരിക്കും ടാക്സിബിൾ? ജിതാമോള്. പിന്നെ ബാക്കി എല്ലാവരും കമൻറ്റ് ചെയ്തേ. എല്ലാവരും കമൻറ്റ് ചെയ്തേ. 3 കേസിലും ടാക്സിബിൾ ആണ്. കാരണം എന്താണ്? ഇന്ത്യയിൽ വെച്ചാണ് ഗിഫ്റ്റ് കിട്ടിയേക്കുന്നത്, റിസീവ്ഡ് ചെയ്തേക്കുന്ന ഇന്ത്യയിലാണ്. അപ്പൊ 3 കേസിലും ടാക്സിബിൾ ആയി. അപ്പൊ ഇത്രയേ ഉള്ളൂ. 10 കേസുകൾ പറഞ്ഞു. അതിനകത്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ഡിവിഡൻഡ് ഫ്രം ഇന്ത്യൻ കമ്പനി എപ്പോഴൊക്കെ എന്തൊക്കെ തന്നാലും 10 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആയിരിക്കും. ഇനി പാസ്റ്റ് അൺടാക്സ്ഡ് പ്രോഫിറ്റ് എന്തെങ്കിലും അല്ലെങ്കിൽ എയർലിയർ പ്രോഫിറ്റ് എന്തെങ്കിലും നിങ്ങൾക്ക് തന്നിട്ടുണ്ടോ, അതും എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആയിരിക്കും. പിന്നെയുള്ളത് അഗ്രികൾച്ചറൽ ഇൻകം ഇൻ ഇന്ത്യ ആണെങ്കിൽ എക്സംപ്റ്റ് ഫ്രം ടാക്സ് ആയിരിക്കും, എബ്രോഡ് ആണെങ്കിൽ ടാക്സബിൾ ആയിരിക്കും. ഓക്കെ, ഈ ഒരു 10 സിറ്റുവേഷൻ ക്ലിയർ ആണോ? ഇല്ലെങ്കിൽ നമുക്ക് പ്രോബ്ലത്തിലേക്ക് കിടക്കാം, പ്രോബ്ലം ചെയ്യാം. സിറ്റുവേഷൻ ക്ലിയർ ആണല്ലോ? ടാക്സിബിൾ കേസുകളെല്ലാം മനസ്സിലായല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം ഞാൻ കാണിക്കാം. അപ്പം അത് എഴുതുക കേട്ടോ. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 4 കോളം വരയ്ക്കുക. ആദ്യത്തെ കോളം ഇൻകം, സെക്കൻഡ് കോളം OR ഓർഡിനറി റെസിഡൻറ്റ്, തേർഡ് കോളം NOR നോട്ട് ഓർഡിനറി റെസിഡൻറ്റ്, ലാസ്റ്റ് കോളം NR നോൺ റെസിഡൻറ്റ്. എല്ലാവരും കോളം വരയ്ക്കുക, ഞാൻ കാണിക്കാം.